ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്സുകളിൽ പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് ന്യൂസ് ആയിട്ടുള്ള 3 സ്റ്റോക്സുകളാണ്. നമുക്ക് പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുള്ള ആദ്യത്തെ 3 സ്റ്റോക്സുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് LIC ആണ്. അപ്പോൾ LIC 9444 കോടിയാണ് ലാസ്റ്റ് ക്വാർട്ടറിൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 49.1% കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു LIC സ്റ്റോക്സ് 4 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ആസ്ട്ര DM ഹെൽത്ത് കെയർ ആണ്. ആസ്ട്ര DM ഹെൽത്ത് കെയർ 179.2 കോടിയാണ് ലാസ്റ്റ് ക്വാർട്ടറിൽ പ്രോഫിറ്റ് ആയിട്ട് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 28.6% കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു ആസ്ട്ര DM ഹെൽത്ത് കെയർ 3710 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിൽ അത് ഏൺ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് രാംകോ സിമെൻ്റ് ആണ്. അപ്പോൾ രാംകോ സിമെൻറ്റ് പ്രോഫിറ്റായിട്ട് നേടിയിരിക്കുന്നത് 93.4 കോടിയാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 38.6% കൂടുതലാണ്. പിന്നെ ഈ ഒരു ക്വാർട്ടറിൽ രാംകോ സിമെൻറ്റ് 2106 കോടിയാണ് ഏൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെഗറ്റീവ് ന്യൂസിലുള്ള സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് പതഞ്ജലി ഫുഡ്സ് ആണ്. പതഞ്ജലി ഫുഡ്സ് 216.5 കോടിയാണ് പ്രോഫിറ്റ് നേടിയിരിക്കുന്നത് ലാസ്റ്റ് ക്വാർട്ടറിൽ. പക്ഷേ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 19.6% ഇടിവാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു കഴിഞ്ഞൊരു ക്വാർട്ടറിൽ ഈ പതഞ്ജലി ഫുഡ്സ് ഏൺ ചെയ്തിരിക്കുന്നത് 7910 കോടിയാണ്. ഓക്കെ. പിന്നെ അടുത്ത ന്യൂസ് വന്നിരിക്കുന്നത് ടൊറൻറ്റ് പവർ ആണ്. ടൊറൻറ്റ് പവർ 359.8 കോടി പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ക്വാർട്ടറിൽ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 47.4% ഇടിവാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ടൊറൻറ്റ് പവർ 6366 കോടിയാണ് ഏൺ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റോക്സ് റെയിൽ വികാസ് നിഗം ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും 358.6 കോടി പ്രോഫിറ്റാണ് ലാസ്റ്റ് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 6.2% ഇടിവാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല റെയിൽ വികാസ് നിഗം കഴിഞ്ഞ ക്വാർട്ടറിൽ 4689.3 കോടിയാണ് ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം.